ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്താലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വെജിറ്റബിൾസ് എല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളുകയും ചെയ്യും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് അവൽ ഒരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 2 മിനിറ്റ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആദ്യം ഇതിലേക്ക് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കാം. രണ്ട് മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകണം. ഈ അവൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. പാൻ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിക്കാം. ഒരു ചെറിയ കയ്യിലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അധികം പരത്തേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ചേർക്കാം. നമ്മൾ ഊത്തപ്പമെല്ലാം ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് തക്കാളിയാണ്. തക്കാളിയും ഇതുപോലെ കുറച്ചായിട്ട് ഇടവിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം വേണമെങ്കിൽ അതും ചേർക്കാം. ഇതിൽ കുറച്ച് മല്ലിയില ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തവ എടുത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പാൻ കേക്ക്സും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. പച്ചക്കറിയെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തിൽ കഴിച്ചോളും. പിന്നെ ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിൽ ചേർക്കാം. മഷ്റൂമൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ പച്ചക്കറികളും എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ, അധികം സമയമൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഡിന്നറായിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളിതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്